ഹലോ, അപ്പോഴേ ഇന്ന് നേരില്ലാത്ത സമയത്ത് മുട്ടക്കറിക്ക് സവാളയൊക്കെ വഴറ്റി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊന്നും വേണ്ടെന്നേ. നമ്മുടെ കടയിൽ നമ്മളെ എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. സവാളയൊന്നും വഴറ്റാറൊന്നുമില്ല. അപ്പം നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടു നോക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെടണമെങ്കിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനേ കുക്കറിലാണ് ചെയ്യാൻ പോണത്. നിങ്ങൾ വിചാരിക്കുമോ കുക്കറിലൊക്കെ ഞങ്ങൾ മുട്ടക്കറി വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2-3 ഏലക്ക ഒരു കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഇതിലേക്ക് 1 കിലോത്തോളം സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, മുട്ടക്കറിക്കൊക്കെ സവാള അരിയുമ്പോൾ നീളത്തിലരിയാൻ ശ്രമിക്കണം. വട്ടത്തിലോ കുനുകുനായിട്ടോ അരിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ മുട്ടക്കറി ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ദേ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ദേ വഴറ്റണ്ടെന്ന് പറഞ്ഞിട്ട് ദേ ഇതിലിട്ട് വഴറ്റണം എന്താണെന്ന് വിചാരിക്കണ്ട. അത് നിങ്ങളോട് ഈ ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. ഒരു ദിവസമേ ഞാൻ ആദ്യമായിട്ട് മുട്ടക്കറിക്ക് കുനുകുനായിട്ട് അരിഞ്ഞെടുത്ത്, എന്നിട്ട് മുട്ടക്കറിക്ക് ഇതേപോലെ കുക്കറിലിട്ട് കൊടുത്തപ്പോഴേ ഗ്രേവി ഒട്ടും തന്നെയില്ല, തിക്നെസ്സും ഇല്ല. അപ്പം നമ്മുടെ കടയിൽ പാചകം ചെയ്യണ ചേട്ടൻ നല്ല വലിയ പാചകക്കാരനൊക്കെയാണ്, കല്യാണ വീട്ടിലൊക്കെ വെക്കണത്. ആ ചേട്ടനാ പറഞ്ഞത് ഇനി മുതൽ സവാള അരിയുമ്പോൾ നീളത്തിലരിയാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ പിന്നെ നീളത്തിലെ മുട്ടക്കറിക്ക് അരിഞ്ഞു കൊടുക്കുള്ളൂ. ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒറ്റ വിസിലടുപ്പിക്കണ്ട കേട്ടോ. ഒറ്റ വിസിലിന് ശേഷം ഞാൻ വിസിലൊക്കെ പോയിട്ട് മൂടി തുറന്നപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിക്കണതിന് പകരം സവാള പച്ചവെള്ളത്തിൽ മാത്രം വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഒരു കഷ്ണം പട്ടയും 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്താലും മതി. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതേന്ന് ഞാൻ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ എടുത്തേക്കണത്. അതിനുശേഷം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചെടുത്തോളേ, അതുകൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അങ്ങോട്ട് അരഞ്ഞു കിട്ടിയില്ല, കണ്ടോയിട്ട് കിടപ്പുണ്ട്. പോട്ടെ, എന്നാലും വേണ്ടില്ല. എൻ്റെ അതിലേക്ക് മൂത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ആദ്യമേ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. നല്ല എരിവുള്ള മുളക് പൊടി ഉണ്ടായി. ഇനി 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യമുണ്ട്, അതിൻ്റെ പച്ചമണം മാറാണ്ട് ഇതിലേക്ക് വേറെ എന്തെങ്കിലും ഇട്ട് കൊടുത്താലേ പണി കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ പച്ചമണം മാറിയ ശേഷമാണ് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തത്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വട്ടത്തിൽ തന്നെ അരിയണമെന്നില്ല, ഞാനൊരു സ്റ്റൈലിൽ അങ്ങോട്ട് അരിഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോഴേ വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിച്ചാൽ മാത്രമേ ഈ ഒരു തക്കാളി നന്നായിട്ട് അലിഞ്ഞ് വരുള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ കുറഞ്ഞ രീതിയിൽ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ തക്കാളി നന്നായിട്ട് അലിഞ്ഞ് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് ഓർത്ത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തെന്നാൽ കുറച്ച് ചൂടുവെള്ളം ആക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. നമ്മളെ കൂടുതലായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വല്ല കൊളസ്ട്രോളൊക്കെ വന്ന പാടാണ്. പിന്നെ അതുപോലെ വെളിച്ചെണ്ണയ്ക്കും വിലയാണല്ലോ. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയണമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ആ തക്കാളി ഉടഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മുടെ ആ വേവിച്ച് വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലാതെ വെള്ളമൊന്നും കോരി ഒഴിക്കാൻ നിൽക്കണ്ട. ഞാൻ സൈഡിലായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചെന്നേ ഉള്ളൂ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് കറിവേപ്പില കുറച്ച് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മുട്ടക്കറിക്ക്. പിന്നെ ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൂട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോഴെന്താ നല്ല തിക്നെസ്സാണ് നമ്മുടെ ഗ്രേവി കേട്ടോ. അപ്പം ഇച്ചിരിയും കൂടി ലൂസാക്കി കൊടുത്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് ഞാൻ നോക്കിയിട്ട് ഒരു 10-20 പേർക്കുള്ള മുട്ടക്കറി ഉള്ളെന്ന് തോന്നുന്നു. ഇച്ചിരിയും കൂടി ലൂസാക്കിയാൽ കൊള്ളാം, നമുക്ക് ലാഭം ഉണ്ടാക്കാമല്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ലേശം ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു. എന്നാൽ മാത്രമേ നമ്മൾക്ക് മുതലിക്കുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചെന്ന ആ ഒരു തിക്നെസ്സിലെ ആ ഒരു തിക്നെസ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം കേട്ടോ. പക്ഷേ ഞാൻ കുറച്ചും കൂടി ലൂസാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അതിലേക്ക് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മുട്ടക്കറിയുടെ ഗ്രേവി കേട്ടോ. കണ്ട ഇപ്പോഴും തിക്നെസ് ഉണ്ട് കേട്ടോ, എന്നാലും മതി, ഇത്രയും മതിയാകും. പിന്നെ നമ്മുടെ മുട്ടക്കറിയുടെ ഗ്രേവിയിലോട്ട് മുട്ടയൊന്നും കുറേ അങ്ങോട്ട് പൊളിച്ചൊന്നും ഇടൂല കേട്ടോ. നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഞങ്ങൾ മുട്ട പൊളിച്ചിട്ട് ഇതേപോലെ ഗ്രേവി ഒഴിച്ചിട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ 2 മുട്ടയെന്നല്ല കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒരു മുട്ടയും ഈ ഗ്രേവിയും കൂടി കൊടുക്കണത് ഈ ഒരു പാത്രത്തിൽ 35 രൂപ വെച്ചിട്ടാണ് കേട്ടോ.
അങ്ങനെ വളരെ എളുപ്പത്തിൽ സവാളയൊന്നും വഴറ്റാതെ തന്നെ നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറി റെസിപ്പിയാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കൂട്ടുകാരെ. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഏത് റെസിപ്പിയാണ് വേണ്ടതെന്ന് കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക് യു.